Hey guys, welcome to my another vlog to a farmhouse. ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സമ്മർ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് പിള്ളേരെയും കൂട്ടിക്കൊണ്ട് എവിടെ പോകണം എന്ന് മെയ് തൊട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഓർത്ത് മനാലി പോകാം, അവിടെ പോകാം, ഇവിടെ പോകാം, അല്ലെ നൈനിത്താലിൽ പോകാം. സോ ആർക്കും അങ്ങനെ ടൈമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും ഫാമിലിയും ഞങ്ങൾ പ്ലാൻ ചെയ്തത് നമുക്കിവിടെ ഒരു മിനി വെക്കേഷൻ ചെയ്യാം. ദാറ്റ് മീൻസ് എ സ്റ്റെക്കേഷൻ ടു എ ഫാം ഹൗസ്. സോ ഞങ്ങളിപ്പോൾ പോകുന്നത് നോയിഡ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഐ ഗെസ് സെക്ടർ 135 ആണെന്ന് തോന്നുന്നു. അവിടെ കുറേ ഫാം ഹൗസ് ഉണ്ട്. ദർ ആർ ലോട്ട് ഓഫ് ഓപ്ഷൻസ്. ഒത്തിരി നല്ല നല്ല ഓപ്ഷൻസ് ഉണ്ട് ഫാം ഹൗസിന് വേണ്ടി. സോ ഞങ്ങൾ ചൂസ് ചെയ്തത് കോഹ്ലി ഫാം ഹൗസാണ്. അപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അറൗണ്ട് 9-10 പേരുണ്ട്, പിള്ളേരെയും കൂടി കൂട്ടിയിട്ട്. സോ ഇപ്പം ബാക്കിൽ ഓൾമോസ്റ്റ് അവരെല്ലാം വരുന്നുണ്ട്. ഞങ്ങളാണ് ആദ്യം എത്തിയത്. സോ ഇതാണ് വഴി. കണ്ടോ, വണ്ടികൾ കണ്ടോ കുറേ പാർക്ക് ചെയ്ത്. കാരണം ഇവിടെ അപ്പുറം അടുപ്പിച്ച് കുറേ ഫാം ഹൗസ് ഉണ്ട്. സോ ഇത് വരുന്നത് നോയിഡയിലാണ്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആട്ടോ. ഞാൻ ഇതിൽ ഡീറ്റെയിൽ ഇട്ടേക്കാം കേട്ടോ, ക്യാപ്ഷനിൽ എൻ്റെ അതിലിട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിൽ. ഇതാണ് കോഹ്ലി ഫാം ഹൗസ്. കണ്ട, ഇതാണ് ഞാൻ ഇതിലെ ഫ്രണ്ട് വ്യൂ ആണ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഭയങ്കര പാട്ടും മേളവും ബാൻഡ് ബാജ എന്നൊക്കെ എന്ന് പറയത്തില്ലേ, അതൊക്കെ ആയിരുന്നു. സോ എല്ലാവരും ഇറങ്ങി. സോ ഇറ്റ് വാസ് അൺഎക്സ്പെക്റ്റഡ്. ഇത്രയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. സോ ദാറ്റ് വാസ് വെരി സർപ്രൈസിങ് ഫോർ അസ്. സോ ഞങ്ങളിത് എൻട്രി ചെയ്തു. സോ ഞങ്ങൾ ഓർത്തു എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം, വേറെ ഒരു വണ്ടിയും കൂടി വരാനുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞങ്ങളോർത്ത് കുറച്ച് ഇതിൻ്റെയൊക്കെ വൈബ് എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്ന് ചില്ല് ചെയ്യുവാണ്. സോ എല്ലാവരും ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതാണ്ട് ഓരോരോ ടീമുകളൊക്കെ എത്താറായി. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. സോ ഞങ്ങളിതാ ഒരു വണ്ടിയും കൂടി വരാനുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആക്കാണ്. സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് എവിടെയും പോയില്ലെന്നുള്ളൊരു വിഷമത്തിലായിരുന്നു. അങ്ങനെ നമ്മളിത് പ്ലാൻ ചെയ്തത്. ഞാൻ ഒന്നുകൂടെ കൂടി നിങ്ങൾക്ക് അതിൻ്റെ ഫ്രണ്ട് വ്യൂ കാണുവാണ്. കോഹ്ലി ഹൗസ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ അഡ്രസ്സും വിത്ത് ഫോൺ നമ്പർ ഇട്ടേക്കാം. മേ ബി ആർക്കെങ്കിലും പോകാനെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ഇറ്റ്. സോ ഇതാണ് നമ്മൾ എൻട്രി ചെയ്തപ്പോൾ ഇതേപോലെ ഗ്രീനറി ആട്ടോ. നല്ല പച്ചപ്പും ഹരിതാപം ഊഷ്മളതയും എന്നൊക്കെ വേണമെങ്കിൽ ടെമ്പററി ആയിട്ട് നമുക്ക് ആസ്വദിക്കാം. സോ ഇത് നമ്മുടെ സിറ്റ് ഔട്ട് പോലെ ഏരിയ ആണ്. ലൈറ്റ്സൊക്കെ വെച്ച് പൂന്തോട്ടമൊക്കെ ഉണ്ട്, റോസാപ്പൂ, അങ്ങനെ. ഇത് നമ്മുടെ സിറ്റിംഗ് ഏരിയയാണ്. ലൈറ്റ്സൊക്കെ ഇട്ട് എല്ലാവർക്കും ചിൽ ചെയ്യാൻ വേണ്ടി. നൈറ്റൊക്കെ വൈബ് നല്ല രസമാണ്. കണ്ട പൂളൊക്കെ കണ്ട ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര അടിപൊളി ചിൽ ഔട്ട് ചെയ്യാൻ വേണ്ടി നല്ല സ്ഥലമാണ്. പിന്നെ ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ നമ്മളിങ്ങനെ ഹൗസിലോട്ട് കയറുകയാണ്. ഇത് എൻട്രൻസ് ആണ്. കയറിയപ്പോഴത്തേക്ക് നല്ല വൃത്തിയാണ്, നല്ല നീറ്റ് ആൻഡ് നല്ല സ്ഥലം. അതോട്ട് കയറിയപ്പോഴത്തേക്ക് ഇതാണ് ലിവിങ് റൂം. എല്ലാം സോഫാസ് ആൻഡ് ബെഡ്സ്, സോഫ ആൻഡ് സീറ്റ്സ്. കിച്ചണുണ്ട്. അതിൻ്റേതായിട്ട് നമുക്ക് ഫ്രിഡ്ജും സാധനം എന്തെങ്കിലും നമുക്കായിട്ട് തന്നെ കുക്ക് ചെയ്യണം. അവർ നമുക്കൊരു വീട് പോലെ തരികയാണ്. ബാക്കി നമുക്ക് തന്നെ കുക്ക് ചെയ്യുകയും കഴിക്കുകയും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു. പിന്നെ നമുക്ക് വേണ്ടി പ്രത്യേകിച്ച് 4 കെയർടേക്കേഴ്സിനെയും തന്നിട്ടുണ്ട്. റൂമൊക്കെ കണ്ട് 2 റൂമാണ്. കാരണം ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഇത് കൺവീനിയൻ്റ് ആയി തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിത് ബുക്ക് ചെയ്തത്. അതർവൈസ് വേറെ കുറേ ഫാം ഹൗസും ഉണ്ട്. അതിലും 4 ബെഡ്റൂംസും 3 ബെഡ്റൂംസും 5 ബെഡ്റൂംസും അങ്ങനെ സ്പേസ് ഒത്തിരി ഉണ്ട്. സോ നല്ല രസമാണ്, നല്ല വൃത്തിയുണ്ട്. പിന്നെ ഞാൻ പുറത്തോട്ട് പോവാണ്, പുറത്തെ വ്യൂ ഒന്ന് കാണിക്കാനായിട്ട്. ഞങ്ങളുടെ സെക്കൻഡ് ആൾക്കാർ വന്നിട്ട് അവരൊത്തിരി ലേറ്റായിട്ടാണ് എത്തിയത്. കാരണം ട്രാഫിക് ആയതുകൊണ്ടാണ്. ഇത് കണ്ടോ, ഇത് പൂൾ സൈഡ് ഞാൻ കാണിക്കാമെന്ന് ഓർത്തതാണ്. ലൈറ്റ്സൊക്കെ കത്തുന്നു. അവർ വെള്ളമൊക്കെ മാറ്റി നല്ല ക്ലീനാക്കി വെക്കും കേട്ടോ, ഓരോ ആൾക്കാർ വരുമ്പോൾ അവിടെ വിസിറ്റിന് വേണ്ടി. സോ ആ ഒരു കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട. സോ ഇത് നമ്മുടെ ആദ്യക്കുട്ടനാട്ടോ. പിന്നെ ഓരോരോ ആൾക്കാർ വരികയാണ്. നമ്മളെല്ലാവരും എൻജോയ് ചെയ്യാൻ വേണ്ടി. ആകെ കിട്ടുന്ന ഒരു വീക്കെൻഡുമാണ്. പിന്നെ സമ്മർ വെക്കേഷനായതുകൊണ്ട് എന്ത് ചെയ്യണം എന്നൊന്നും ഒരു പിടിയില്ല. അങ്ങനെ പ്ലാൻ ചെയ്തതാണിത്. സോ ഓരോരോ ആൾക്കാർ സാധനങ്ങളൊക്കെ എടുക്കുന്നു. അപ്പോൾ എന്നോട് ചോദിക്കുക, നീ ഇവിടെ നിന്ന് വ്ളോഗ് എടുത്തോണ്ടിരുന്നോടി, സാധനം പോയി പറക്കടി എന്ന് പറയാം. അപ്പം ഞാൻ പറഞ്ഞു, ഇട്ടാലല്ലേ ആൾക്കാരറിയൂ. പാവം വീണമ്മ. പിന്നെ എല്ലാവരും ഇങ്ങനെ റൂമൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുകയും
എല്ലാവരും വന്ന് ഭയങ്കര എക്സൈറ്റഡ്, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇങ്ങനൊരു മൊമെൻറ്റ് എല്ലാവരും കൂടി ഒന്ന് ഗ്യാദർ ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത് അതൊക്കെ വല്ലപ്പോഴും ഒക്കെ അല്ലേ, അപ്പം നമ്മളതെപ്പോഴും ചെറിഷ് ചെയ്യണം. സോ അങ്ങനെ താണ്ട് പിന്നെ എല്ലാം ഞങ്ങളിങ്ങനെ സെറ്റപ്പ് ചെയ്ത് വരുവാണ്. ഞങ്ങളെല്ലാം കൂടി എല്ലാവരും ഒന്ന് വന്ന് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒക്കെ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ കാണിക്കുകയാണ്, ഇടമ്മ എന്നെ കാണിക്കുകയാണ്. ഇത് കണ്ടുകൂടി അവർ ഡെക്കറേറ്റ് ചെയ്ത് ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ബോട്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് അപ്പം ഞങ്ങൾ അതിൻ്റേതായിട്ടൊക്കെ ഇങ്ങനെ നോക്കുകയൊക്കെ ആയിരുന്നു, എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. സോ ഇതാണ് മോഹൻ ചേട്ടനും വീണമ്മയും എന്നെ ഇരുന്ന് ട്രോളിക്കൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ വീഡിയോസിന് വേണ്ടി ഇരുന്ന് എന്നെ ട്രോളാൻ വേണ്ടി മാത്രമാണ് മോഹൻ ചേട്ടൻ്റെ ഫുൾ പരിപാടി. ഞങ്ങൾ ആക്ച്വലി ഇത് പ്ലാൻ ചെയ്യുമ്പോഴില്ല, നമ്മളെല്ലാവരും ഈക്വലി റെസ്പോൺസിബിലിറ്റി എടുത്തിട്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്യുന്നത്. അല്ലാണ്ട് ഒരാളുടെ മണ്ടയിലിട്ടിട്ട് ഒരാൾ തന്നെ ഏറ്റെടുക്കുമ്പോൾ അത് ആക്ച്വലി ഭയങ്കര പ്രോബ്ലമാവും. ഈ പ്രാവശ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ എല്ലാവരും ഈക്വലി ഫുഡിൻ്റെ കാര്യം, ഫുഡിൻ്റെ സെക്ഷനും, എവിടെ പോകണം, എന്ത് ചെയ്യണം, അങ്ങനെ ഓരോരോ ആൾക്കാർ ഡിവൈഡ് ചെയ്ത് ഈക്വൽ റെസ്പോൺസിബിലിറ്റി എടുത്തപ്പോഴാണ് നമ്മുടെ ഈ ഒരു പ്ലാൻ സക്സസ് ആവുന്നത്. നമ്മളെവിടെയെങ്കിലും കൂടുകയാണെങ്കിലും അല്ല നമ്മളെവിടെയെങ്കിലും പോവുകയാണെങ്കിലും സോ എല്ലാ ടീം ഫ്രണ്ട്സും ആരാണെങ്കിലും ഈക്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഈക്വലി റെസ്പോൺസിബിലിറ്റി എടുക്കുകയാണെങ്കിൽ ഐ ഗസ് അത് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവാൻ ചാൻസ്. ഇത് നമ്മുടെ കിച്ചണാണ് നമുക്ക് തന്നത്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഫുഡും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. സോ ഞങ്ങളുടെ ഐറ്റം ആക്ച്വലി അന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ബിരിയാണിയായിരുന്നു, ചിക്കൻ ബിരിയാണി. സോ അതിൻ്റേതായിട്ട് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. സോ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഞങ്ങളെല്ലാവരും ചിൽ ചെയ്തു. കുട്ടികളായാലും വലിയവരായാലും എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. നല്ലതായിട്ട് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ഞങ്ങൾ ബോൺഫയറും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ചിക്കൻ മാരിനേറ്റൊക്കെ ചെയ്തിട്ട്. സോ അതൊരു വൈബിൻ്റെ ഒരു അതിലല്ലേ വരും. ഇതാണ്ട് ധ്വനിക്കുട്ടിയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ, പൂളിലോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. സോ അവരുടെ പപ്പയും കൂടി അവളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. പപ്പ എനിക്ക് പേടിയാണ്, എന്നെ പിടിച്ചോണം എന്ന് പറഞ്ഞ് അങ്ങനെ താണ്ട് വെള്ളത്തിൽ ചാടി. പപ്പയെ വിടുന്നില്ല. ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു അവൾ. ആക്ച്വലി നമ്മുടെ കൂടെ വന്ന ആൾക്കാരെല്ലാവരും നമ്മൾ പിള്ളേരുടെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയായിരുന്നു കേട്ടോ. ഓരോ കുട്ടികളെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് എല്ലാവരും നോക്കി, വെള്ളത്തിൽ വീഴാതെ അല്ല സേഫ്റ്റി ആയിട്ട് നോക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഈക്വലിയാണ് അതിനെപ്പറ്റി ശ്രദ്ധിച്ചതും റെസ്പോൺസിബിലിറ്റി എടുത്തതും. സോ അതാണ് അവൾ പോയി എല്ലാവരും ഇങ്ങനെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൻ്റെ വൈബ് ചെയ്യാൻ വേണ്ടി. അവസാനം ഞങ്ങൾ പെണ്ണുങ്ങളും വെള്ളത്തിലോട്ട് ഇറങ്ങി. ഭയങ്കര എല്ലാവരും തന്നെ ചില്ല് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തും ഭയങ്കരമായിട്ട് വൈബ് ചെയ്യുമായിരുന്നു. എക്സാക്ട്ലി ആക്ച്വലി ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ ചേരുമ്പോഴല്ലേ ഭയങ്കര ഡിഫറെൻറ്റ് സോണിലോട്ടാണ് നമ്മൾ പോകുന്നത്. സോ ഞങ്ങളെല്ലാ ലേഡീസുകളും ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പാട്ട് പാടി ഡാൻസ് കളിച്ചു, എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ ഭയങ്കര നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഇറ്റ് വാസ് എ സക്സസ്ഫുൾ സ്റ്റെക്കേഷൻ. ബേസിക്കലി സ്വിമ്മിംഗ് പൂൾ ടൈം ഒരു 6 മണി വരെ ഉള്ളായിരുന്നു കേട്ടോ, 6 AM വരെ. സോ അതുവരെ ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ തന്നെയായിരുന്നു. ഞങ്ങൾ ആരും വെള്ളത്തിൽ നിന്ന് പുറത്തോട്ട് വന്നില്ല. അതേപോലെ ഞങ്ങൾ വെള്ളത്തിൽ ഇരുന്ന് തന്നെ എൻജോയ് ചെയ്യുകയും തമാശിക്കുകയും കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ആയിരുന്നു. ഒരാൾ പോലും ഉറങ്ങിയിട്ടില്ല. നെക്സ്റ്റ് ഡേ രാവിലെ ആയപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും ഒരു കോഫിയൊക്കെ കുടിച്ച് എങ്ങനെ എന്ത് പ്ലാൻ ചെയ്യണം എന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു മൂവിക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ മൂവിക്ക് വേണ്ടി പോകാൻ വേണ്ടി റെഡി ആവുമായിരുന്നു. ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ റെഡി ആവുകയൊക്കെ ആയിരുന്നു. അപ്പോൾ അതാണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് മേക്കപ്പ് ഇടുക. നമ്മൾ ഗേൾസിന് മേക്കപ്പൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നേ. സോ ദിസ് വാസ് ദി എൻഡിങ് ഓഫ് മൈ വ്ളോഗ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ എൻഡിങ്ങിൽ കുറേ ഫോട്ടോസൊക്കെ ഇടുവാണ്. ഇറ്റ് വാസ് സക്സസ്ഫുൾ സ്റ്റെക്കേഷൻ, ഫ്രണ്ട്സുമായിട്ട് ചിൽ ഔട്ട് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എൻ്റെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടു. സോ ഡു സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കോമെൻറ്റ് ആൻഡ് സീ യു അൻറ്റിൽ നെക്സ്റ്റ് ടൈം. ബൈ ബൈ ഗൈസ്.